ഹലോ ഗായ്സ്, സൈനിക ഹസറിൻ്റെ അതിലാണ് എല്ലാ രാജ്യങ്ങളും മെയിനായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും കാനഡ ആകട്ടെ, UK ആകട്ടെ, ജർമ്മനി ആകട്ടെ, ഓസ്ട്രേലിയ ആകട്ടെ, അവരുടെ വിസ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലിഫൈഡ് ആക്കിയാണ് ചെയ്യുന്നത്. മിക്ക കാര്യങ്ങളും നമുക്ക് ഓൺലൈൻ ചെയ്യാൻ ആരും സഹായം വേണ്ട. അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിഞ്ഞാൽ മതി. അപ്പോൾ ജർമ്മനിയിലൊരു പ്രത്യേക വിസയെക്കുറിച്ചാണ് നമ്മൾ ഇപ്പം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ജർമ്മനിയിലെ ജോബ് സീക്കർ വിസയാണ്. വിസയിലൂടെ നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് സ്കിൽസും ഇല്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ജർമ്മനിയിൽ പോയിട്ട് 6 മാസം താമസിച്ച് അവിടെ ജോലി അന്വേഷിക്കാവുന്നതാണ്. പ്രൊഫഷണലി കേപ്പബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റഡ് ഫീൽഡിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു തേർഡ് കൺട്രിയിലെ നാഷണലാണെങ്കിൽ നിങ്ങൾക്ക് 5 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. പിന്നെ നിങ്ങളുടെ അവിടുത്തെ 6 മാസത്തെ സ്റ്റേയ്ക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സ് ഉണ്ടാവണം. പിന്നെ അക്കാദമിക് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് എന്തായാലും പങ്കുവയ്ക്കണം. മിനിമം ഹൈസ്കൂളെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിൽ എക്സ്പീരിയൻസ് നിങ്ങൾ കാണിക്കണം. പിന്നെ നിങ്ങളുടെ നാട്ടിലെ ക്വാളിഫിക്കേഷൻ ജർമ്മൻ ഈക്വലൻ്റ് ആണെന്ന് ഒരു എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റും ചിലപ്പോൾ വേണ്ടി വരും. അതിന് ഒരുപാട് ഏജൻസികളുണ്ട്. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. പാസ്പോർട്ടാണ്, അതിൻ്റെ കോപ്പി ഉണ്ടാവണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 6 മാസം നിങ്ങൾ താമസിക്കാനുള്ള തെളിവ്, പിന്നെ നിങ്ങളുടെ ഫണ്ട്, അതായത് ഒരു ഫണ്ട് നിങ്ങൾ കാണിക്കണം. മാസം 947 പൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് കാണിക്കണം 6 മാസത്തെ. പിന്നെ നിങ്ങൾക്ക് ഒരു ഇൻവൈറ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേണ്ടി വരും. ചിലപ്പോൾ ഒരു ഇൻവൈറ്റർ വേണ്ടി വരും. അപ്പം അവിടെ അതിലോടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കവർ ചെയ്തോളാമെന്നുള്ളൊരു പ്രൂഫ് ഓഫ് ഇൻവൈറ്റിംഗ്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് 30,000 യൂറോയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ അക്കാദമിക് ക്വാളിഫിക്കേഷൻസ്, യൂണിവേഴ്സിറ്റി ഡിഗ്രി, ഒരു ട്രാൻസ്ക്രിപ്റ്റ്, വൊക്കേഷണൽ ട്രെയിനിങ്, അതെല്ലാം വേണം. പിന്നെ ഡിഗ്രി ജർമ്മൻ യൂണിവേഴ്സിറ്റി അല്ലെ ജർമ്മൻ പിന്നെ എംപ്ലോയീസൊക്കെ അക്രഡിറ്റഡ് ആണെന്നോ ഒരു പ്രൂഫ് ഓഫ് റെക്കഗ്നിഷൻ കൂടെ വേണം. അത് അനാബിൻ ഡേറ്റാബേസ് എന്ന് പറയുന്ന ഡേറ്റാബേസ് ഉണ്ട്. അത് ഏതൊക്കെ ഡിഗ്രി സെലക്ട് ചെയ്യുന്ന ആ ഡേറ്റാബേസ് വഴി അറിയാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്യൂമെ ആൻഡ് കവർ ലെറ്റർ. ഇത്ര സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനി ജോബ് സീക്കർ വിസയിലേക്ക് അപ്ലൈ ചെയ്യാം. VFS സെൻറ്റർ വഴിയാണ് മിക്കവാറും ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. റിക്വയർമെൻറ്റ് മാറ്റുക, ലൊക്കേറ്റ് ആപ്ലിക്കേഷൻ ഓഫീസ്, അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുക, പേ ദ വിസ ഫീസ്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, വിസ മേടിക്കുക, ജർമ്മനിയിലേക്ക് പോവുക. വളരെ എളുപ്പമായിട്ടൊക്കെ പറയാം. പക്ഷേ എന്നാൽ പോലും ഒരു 4-5 മാസം ഒരാണെങ്കിലും എടുക്കും. എൻ്റെ ഒരു 4 മുതൽ 6 ആഴ്ച വരെയാണ് ഇത് പറയുന്നത്. 75 യൂറോയാണ് ഇതിൻ്റെ ചാർജ്. 6 മാസം വരെ വാലിഡാണ്. 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി അവിടെ ഒന്ന് ഏതെങ്കിലും എംപ്ലോയറായിട്ട് നിങ്ങൾക്ക് ജോലി കണ്ടെത്താം. ജർമ്മനിയിൽ വേണമെങ്കിൽ PR അപ്ലൈ ചെയ്യാം ഫ്യൂച്ചറിൽ. അപ്പം ജർമ്മനിയിൽ സെറ്റിലാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഏറ്റവും പ്രയോജനം ചെയ്യുന്നൊരു വിഷയമാണത്. ജോലി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരും. എന്നിട്ട് പിന്നീട് ഒന്നുകൂടി ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം തിരിച്ചു പോകാനായിട്ട്. അതുമല്ല, എംപ്ലോയ്മെൻറ്റ് നിങ്ങൾ കണ്ടുകടത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാം. പിന്നെ അതായത് റെസിഡൻസ് പെർമിറ്റ് എന്ന് പറഞ്ഞ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസും റെസിഡൻസ് പെർമിറ്റും അപ്ലൈ ചെയ്യാം. ജർമ്മൻ അറിയേണ്ട ഒരാവശ്യവും ഇല്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നാണ്. പക്ഷേ ജർമ്മൻ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വളരെ എളുപ്പമാകും. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു B2 ലെവലെങ്കിലും ജർമ്മൻ ട്രെയിനിങ് എടുത്തതിന് ശേഷം ജർമ്മനിലേക്ക് പോകുന്നത് ആണ് അഡ്വൈസബിൾ. നോർമൽ കേസിൽ ജോബ് സീക്കർ വർക്ക് വിസ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല, അതായത് വിത്തൗട്ട് വാലിഡ് ജോബ് ഓഫർ. പക്ഷേ ചില കേസുകളിൽ 10 മണിക്കൂർ വരെ ട്രയൽ ബേസിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ബേസോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ്റെ ബേസിൽ. അത് ഫ്യൂച്ചർ എംപ്ലോയർ ഒരു ഇമിഗ്രേഷൻ ഓഫീസുകളിൽ നമ്മുടെ റീജിയനിൽ, നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ചില വിസകളിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് 10 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഈ ജോബ് സീക്കർ വിസയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ജർമ്മൻ ജോബ് സീക്കർ വിസയെക്കുറിച്ച് പറയാനുള്ളത്. തുടർന്നും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും ഷെയർ ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ഫ്രം അതു.